അച്ചോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എനിക്ക് സ്തുതി എന്നപ്പോ വളരെ ചെറുതായി പോയത്. നീ ഇത്രയല്ലേ ഉള്ളൂ, അത്ര മതി. എന്റെ അച്ചോ എന്നെ കൊല്ലാൻ വേണ്ടിട്ട് ആ കൊച്ചിൻ ഹൈദ്രോസ് കത്തിയായിട്ട് നടപ്പുണ്ട്. എന്തിനാ കുഞ്ഞാടെ നിന്നെ കൊച്ചിൻ ഹൈദ്രോസ്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. അവന്റെ ആടിനെ ഞാൻ വെറുതെ ഒന്ന് എടുത്തു, അതിനാ അവൻ എന്നെ കൊല്ലാൻ നടക്കുന്നേ. ഒരു ആടിനെ വെറുതെ എടുത്തതിന് എന്തിനാ കൊല്ലാൻ വരുന്നേ? എന്റെ പൊന്നച്ചോ, അവന്റെ ആടിനെ അവനോട് ചോദിക്കാതെ ഞാൻ അറിയാതെ കറി വെച്ചു. അത് തെറ്റാണോ അച്ഛാ? സാത്താന്റെ കുഞ്ഞെ, അതിനെ പറയുന്നത് മോഷണം എന്നാണ്. കുഞ്ഞാടെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ആ ഹൈദ്രോസിന്റെ ആടിനെ മോഷ്ടിച്ചിട്ട് മരിച്ച് സ്വർലോകത്ത് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, നീ അവന്റെ ആടിനെ എടുത്തോ, അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്യും? എന്റെ പൊന്നച്ച, അതൊക്കെ കുറെ നാൾ കഴിഞ്ഞു മരിച്ചു സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തെ കാര്യമല്ലേ പറയുന്നേ. അപ്പൊ ആടും ഉണ്ടാവും, ഞാനും ഉണ്ടാവും, അവനും ഉണ്ടാവും, ചിലപ്പോ അച്ഛനും ഉണ്ടാവും. അച്ഛന്റെ മുമ്പിൽ വെച്ച് ഞാൻ അവന്റെ ആടിനെ അവന് കൊടുത്തേക്കാം, പ്രശ്നം തീർന്നില്ലേ? അച്ഛാ എന്നെ രക്ഷിക്കച്ചാ. എന്റെ കുഞ്ഞെ, ഞാൻ എനിക്ക് അറിയത്തില്ല, ഞാൻ എന്നാ ചെയ്യാനാ? എന്റെ പൊന്നച്ച, എന്തെങ്കിലും ഒരു വഴി കാണും, എന്നെ രക്ഷിക്ക്. നിന്നെ രക്ഷിക്കാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. എടാ, എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ വിടില്ല. ഈ ഹൈദ്രോസിന്റെ കയ്യിൽ നിന്ന് ഒരു പന്നിയും രക്ഷപ്പെട്ടില്ല. പത്തി അച്ഛോ, ഞാനൊരു വഴി കാണുന്നുണ്ട്. നിന്നെ രക്ഷിക്കാൻ ഞാനൊരു വഴി കാണുന്നില്ല. ഞാൻ കാണുന്നുണ്ട്, ഞാൻ കയറി വിളിച്ചോളാം. എടാ പന്നി, നിന്നെ വിടില്ല. എടാ ഞാൻ വിടില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ഇരിക്കട്ടെ. അച്ഛാ, ഓ, ആ ശശി ഇങ്ങോട്ട് പോകുന്ന കണ്ടായിരുന്നോ? ഞാൻ ശശിയെ കണ്ടില്ലല്ലോ. അച്ഛാ, എന്ത് തെമ്മാടത്തിനും കാണിച്ചെന്നറിയാമോ? എന്താണ്? എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു ആടിനെ അവൻ കൊന്നു നിന്നച്ചാ. അവനെ കൊല്ലണം. ആ കൊല്ലണം, അതാണ് ഞാൻ വന്നത്. അച്ഛറിയോ, ഒരു ഗുണ്ടേ എന്റെ ആടിനെ പൊട്ടിക്കാൻ ഉണ്ട എങ്ങനെ തയ്യാറാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല ശശി. അവൻ ഇവിടെ ഇങ്ങോട്ടോ പോകുന്നത് ഞാൻ കണ്ടല്ലോ. ഇങ്ങോട്ട് വന്നവൻ ഞാൻ ഇവിടെ വരെ കണ്ടല്ലേ ഓടി വരുന്നത്. അച്ഛനറിയാതെ അവൻ എങ്ങോട്ട് പോവില്ല. ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല ഹൈദ്രോസേ. ഒരു വൈദികനോട് ചോദിക്കുന്നത്, കള്ളം പറയരുത്. എന്റെ ആടിനാണ് അവൻ കൊന്നു നിന്നത്. അച്ഛൻ മര്യാദയ്ക്ക് പറഞ്ഞു, അവൻ ഇവിടുന്ന് എവിടെ പോയിട്ടില്ല. എന്റെ ഹൈദ്രോസേ, ഞാൻ ചെകുത്താന്റെയും കടലിലും നടക്കുകയാണ്, ഞാൻ കണ്ടിട്ടേ ഇല്ല. അച്ഛാ, ഉള്ളത് പറഞ്ഞോ. അവൻ എവിടെ ഉണ്ട്? അച്ഛൻ എവിടെ പോവില്ല. അവൻ മര്യാദയ്ക്ക് പറഞ്ഞോ. ഈ ഹൈദ്രോസ് ഉണ്ടല്ല, കത്തി ഒറേ നൂറിയാല് രക്തം കണ്ടിട്ട് ഇവിടെ കുത്തികള്. മര്യാദയ്ക്ക് പറഞ്ഞു. അയ്യോ ഹൈദ്രോസേ, ഞാൻ പറയാം. നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ കറുത്തിട്ടുള്ള ആ കുഞ്ഞ് കള്ളനല്ലേ? അതെ, ആ കൊച്ചു കള്ളൻ എന്റെ ലോയ്ക്കുള്ളിലുണ്ട്. അയ്യേ, വൃത്തികെട്ടവൻ. ഹൈദ്രോസേ, നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത കുഞ്ഞ് കള്ളനല്ലേ? അത് തന്നെ. തെമ്മടത്തിൽപ്പെട്ടോ ആ കുഞ്ഞുകളൻ ലോഹയ്ക്കകത്തുണ്ടെന്ന ഒരു. നീ എന്താണ് തെറ്റിദ്ധരിച്ചിരിക്കുന്ന അറിയില്ല ദൈവമേ. സാത്താന്റെ കുഞ്ഞ് എന്റെ ലോഹിക്കുള്ളിലുണ്ട് ആ കുഞ്ഞ് കള്ളൻ. തെമ്മടത്തിൽപ്പെടല്ല, അച്ഛൻ നോക്കില്ല, കുത്തി മത്തുകളെ പന്നി. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ പൊക്കി നോക്കിയോളൂ. അയ്യേ, എന്നാ ഞാൻ പൊക്കി തരാം. നീ പുറത്തേക്ക് പോടാ. നിന്നെ ആരാ വൈദ്യുതി കാണിച്ചിടാം? ഒരു വൈദികനെയാണ് പറഞ്ഞേ. ഒരു വൈദികനെ പറ്റി ഇത്രയും മോശമായി പറയാനേ പാടില്ല. ഉണ്ടേ പുറത്തേക്ക് വന്നുള്ളൂ. കുഞ്ഞേ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ലോഹയ്ക്കുള്ളിലെ വാസം? വാസമൊക്കെ സുഖപ്രദമായിരുന്നു അച്ചോ. ഒറ്റ അപേക്ഷയുള്ളൂ. എന്താണ്? വല്ലപ്പോഴും എങ്കിലും ഈ ലോഹേ ആ അരമനയൊക്കെ ഒന്ന് കഴുകിയിടച്ചോ. നിന്നെ കൊല്ലില്ല. CD ഇന്റർവ്യൂള്ള ആൾക്കാരൊക്കെ റെഡിയല്ലേ? എല്ലാവരും റെഡിയാണ്. ഓക്കെ ഓക്കെ. ആണുങ്ങളാണ് വന്നിരിക്കുന്നെങ്കിൽ അവരുടെ ഭാര്യമാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സാർ, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടുണ്ട് സാർ. അത് എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു CID ഒരിക്കലും രഹസ്യങ്ങൾ പുറത്താക്കില്ല. അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാവും. ഓക്കെ, ആദ്യം ഒന്നാളെ അകത്തേക്ക് വിളിക്കൂ. തീർച്ചയായിട്ടും വിളിക്കാം സാർ. ഒരു ശിക്കാരി ശംഭുവിനെ പോലെ ഇരിക്കുന്ന ഒരുത്തൻ. CID ഇന്റർവ്യൂ എന്നാണോ? CID ഇന്റർവ്യൂ എന്നാണോ? CID അല്ലേ? CD അല്ല, CID. എടോ CID.
സാർ പറഞ്ഞ ഞാൻ പറയാം. അതല്ല CID. സാർ പറയാൻ പറ. CID. ശരി. ഓക്കെ മനസ്സിലായി. ഇരുക്കോളെന്ന് പറഞ്ഞ തന്റെ പേരെന്താണ്? പേരെന്താണ്? സുരേഷ്. നോട്ട് ചെയ്യൂ. സുരേഷ്. ആദ്യം PS പിന്നെ സുരേഷ്. സുരേഷ് PS. ആദ്യം PS പിന്നെ സുരേഷ്. മൊത്തത്തിൽ പറയുമ്പോ സുരേഷ് PS സുരേഷ്. സുരേഷ് PS ആണോ PS സുരേഷ് ആണോ? PS സുരേഷ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം P പിന്നെ S പിന്നെ മൊത്തത്തിൽ സുരേഷ് PS സുരേഷ് PS ആണോ PS സുരേഷ് ആണോ? സാറ് നോക്കി വട്ടത്തിൽ എഴുതുമ്പോ സുരേഷ് PS അതെ, ആദ്യം ഒരു CIDക്ക് വേണ്ടത് അക്ഷരസ്ഫുടതയാണ്. അക്ഷരസ്ഫുടതയാണ്. അക്ഷരപുഷള ഇച്ചിരി കുറവാണ്. അക്ഷരപുഷടയല്ല, അക്ഷരസ്ഫുടത. പറയാം. ആദ്യം ഒരു CIDക്ക് വേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഒരു CIDക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ലേ? അക്ഷരപുഷള ഇല്ലാത്ത സാധനം പറഞ്ഞു. എടോ, തനിക്ക് അക്ഷരസ്ഫുടതയുണ്ടെന്നുള്ളത് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? തന്നെ ഇപ്പൊ ഞങ്ങൾ CID ആയിട്ട് എടുത്തോ. തന്റെ പേരിപ്പോൾ CID നെട്ടൂരാൻ. സുരേഷ് ഇപ്പോ താൻ CID നെട്ടൂരാനാണ്. സിനിമയിലൊക്കെ കാണുന്ന പോലെ മോഹൻലാലൊക്കെ സിനിമയിലൊക്കെ CID നെട്ടൂരാൻ. മനസ്സിലായില്ലേ? അപ്പോൾ താൻ ഒരു ഭയങ്കരമായ ഭീകരനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അയാൾ തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ നിൽപ്പുണ്ട് അയാൾ. ഒരു കൊച്ചെന്തൊരു കിത്താവും വെച്ചോണ്ടിരിക്കുന്നത്. സങ്കല്പത്തില് അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ താൻ ഒരു CIDയുടെ ഗാംഭീര്യത്തോടെ ഗൗരവത്തോടു കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട്. CID കേട്ടോ. നെട്ടൂരാനോടാണോ നിന്റെ കളി? പറഞ്ഞേ. അതായത് ഇയാളിവിടെ നിൽക്കുന്നു, താൻ CID ആണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണം. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഇത് ഞാൻ പറയണം. അതെ, ഈ നിൽക്കുന്ന വില്ലിനോട് ഞാൻ പറയണം. ഇങ്ങനെ ഈ അക്ഷരസ്ഫുടത പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് ചെയ്താൽ പോരെ? അതെ, ഓക്കെ. ഒന്നുകൂടെ പറഞ്ഞേ. ഒരു പ്രാവശ്യം എടോ. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. അയ്യേ, ഞാനല്ല. എന്താ മണക്കണ്ടല്ലോ? ഞാനല്ല. അങ്ങനെയാണേ സാർ ഉറപ്പാ. എന്റെ ഇങ്ങനെയല്ല. ഉറപ്പാ. ഞാനല്ല. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഒന്നുകൂടെ പറഞ്ഞു തരാം. നെട്ടൂരാനോടാണോടാ നിന്റെ കളി? ഇനി അങ്ങോട്ട് അകലേക്കൊന്നും പോണ്ട. ഇവിടെ നിങ്ങൾ പറയണോ? ഒരു മിനിറ്റ്. ഈ ഹുമ്മ നിർത്തോളയോ? ഞാൻ പറയാം. പ്രശ്നം ഹുമ്മെടുത്ത് മാറ്റിക്കേ. കളഞ്ഞു. എന്റെ പേരെന്നാ? നെട്ടൂരാനോ? അപ്പൊ ഇവരോട് പറഞ്ഞാ പോരെ? ഹുമ്മ മാറ്റിക്കേ. നെട്ടൂരാനാണ് കളി. എന്നോടാണോടാ നിന്റെ കളി? ഇത് പറഞ്ഞാ പോരെ? പിന്നെ അതിനിടയ്ക്ക് നെട്ടൂണാണോടാ അതിനടുത്ത്
ഓക്കെ 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 ഇങ്ങനെയുണ്ടോ? ഓക്കെ ടൂണാണോ വേണ്ട. പട്ടിയുടെ വാല് 12 കൊല്ലം കൊള്ളിട്ടാലും അത് വളഞ്ഞിരിക്കുള്ളൂ. മനസ്സിലായോ? അതെ, തന്റെ അക്ഷരസ്ഫുടത ഞാൻ വിട്ടു. ഇനി മനോബലം അളക്കാൻ പോവുകയാണ്. മനോബലം. മനോരമ മനോബലം തന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഭാര്യനൊന്നും ഞാൻ കൊണ്ടുവന്നില്ല. പിന്നെ ഇങ്ങോട്ട് ഭാര്യനെ കൊണ്ടുവരാൻ ആവശ്യമുണ്ടോ? കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. ഈ തോക്കുമായി ചെന്ന് എന്റെ അച്ഛനെ വെടിവെച്ച് കൊല്ലണം. ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ച് കൊള്ളണം. അതെ. അപ്പൊ എനിക്ക് സിഐഡിയിൽ ചാൻസ് കിട്ടും. ഒരു മനോബലം വളക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ചെയ്താലോ? ആ. ഈ തോക്കും കൈകൊണ്ട് പിടിച്ചോണ്ട് പോയിട്ട് ആ. അച്ഛനെ എടുത്തിട്ട് ടൂണാണോ നാണോടാ കളിയെന്ന് ഛേ! എന്നിട്ട് വെടിവെച്ച് കൊള്ളണം എന്റെ അച്ഛനെ. മനസ്സിലായോ? ആയിക്കോട്ടെ. സാർ എന്തൊരു മണ്ടത്തരവ് ചെയ്യണേ. എന്താ? ആ കാട്ടുമാക്കാൻ അയാൾ ഭാര്യനെ കൊണ്ട് വന്നിരുന്നെങ്കിൽ ഓക്കെ, അയാളെ വെടിവെച്ച് മറ്റേ ഭാര്യനെ വെടിവെച്ചു കൊല്ല. ഇത് സ്വന്തം തന്തേനെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാ എടോ മണ്ട. ആ, എടോ അതാണ് സിഐഡിയുടെ ബുദ്ധി. എന്ത് ബുദ്ധി? ആ തോക്കിൽ ഉണ്ടയില്ല. കുട്ടിയില്ല. ഉണ്ടയില്ല. തോക്കുമായിട്ട് ഒരാളെ എങ്ങനെ വെടിവെച്ച് കൊല്ലോ? സാർ എന്തൊരു ബ്രെയിൻ ട്യൂമർ. വൃത്തിയായിട്ട പരിപാടി കാണിക്കരുത്. ഉണ്ടില്ലാത്ത തോക്കൊണ്ടാണ് എന്നെ അച്ഛനെ വേണ്ടി കൊല്ലാൻ. അപ്പോൾ വെടിവെച്ച് കൊന്നില്ല. കണ്ടില്ലേ? വെടിവെച്ച് കൊന്നില്ലല്ലോ. വെടിവെച്ചിട്ട് ഉണ്ട വരണ്ടേ? വെടിവെച്ചിട്ട് ചത്തില്ല. ഈ തോക്കിന്റെ പാത്തിക്ക് ഒറ്റ അടിക്ക് കൊന്നു. ശവോളൊക്കെ കാണിച്ചാലേ